നമസ്കാരം. ബി ദ പീപ്പിൾ. എന്നോടൊപ്പം ഇന്ന് ശരത്തുണ്ട്, രാജേന്ദ്രനുണ്ട്, നീലിമയുണ്ട്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനെടുക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്തയാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത ഇന്ന് പകൽ മുഴുവൻ ആയി നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ LDF ഒരു കുതിച്ചുകയറ്റം കുറിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പൂർണ്ണമാകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആകെ ചിത്രം നോക്കുമ്പോൾ അത് ആര് ജയിച്ചു, ആര് നേട്ടമുണ്ടാക്കി എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ എന്തൊക്കെ സന്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത്, എന്തൊക്കെ ആഹ്വാനങ്ങളും താക്കീതുകളും നിലപാടുകളുമാണ് രാഷ്ട്രീയ ചേരികൾക്ക് പകരുന്നത് എന്നതൊക്കെ കൂടി ചർച്ച വിഷയമാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചർച്ചയ്ക്കാണ് ഇന്ന് കൈരളി ന്യൂസിലെ പത്രാധിപത്വ ചുമതലയുള്ള ഞങ്ങൾ ശ്രമിക്കുന്നത്. ശരത്തെ, എങ്ങനെ തുടങ്ങാം? NBC വളരെ സമഗ്രമായി തന്നെയാണ് ഇതിൻ്റെ ഒരു ഇന്നത്തെ ഈ ദിവസത്തിലെ ഈ വാർത്തയുടെ ഒരു സവിശേഷതയെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ചത്. പക്ഷേ NBC എനിക്ക് തോന്നുന്നു, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നടന്ന കാലം, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഒരു വിഷയം, ഒരു ഘടകം. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഫലം, ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. അത് വളരെ കുറച്ച് സീറ്റുകളാണെങ്കിൽ പോലും അതിൻ്റെ ഫലം നമ്മുടെ പാർട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നണികൾക്ക് ഏതൊക്കെ തരത്തിൽ നേട്ടമാകുന്നു, ഏതൊക്കെ തരത്തിൽ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കാൻ കാര്യം, ഇത് കേരളമടക്കം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സമയത്ത് നടക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ, ഈ കാലം, മറ്റൊന്ന് ആർക്ക് നേട്ടം, ആർക്ക് മുന്നറിയിപ്പ്, സാറ് പറഞ്ഞ പോലെ സൂചന, മുന്നറിയിപ്പ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതായാലും രാജേന്ദ്രൻ, നമുക്ക് ഇതിൻ്റെ കണക്കുകൾ പ്രധാനമാണ്. തീർച്ചയായിട്ടും കണക്കിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കണക്കിലേക്ക് പോകുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ, ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം നമുക്ക് ഇതിലൂടെ നിർത്തി. 23 വാർഡുകളാണ്, പക്ഷേ കേരളത്തിലെ എല്ലാ മേഖലയിലുള്ള വാർഡുകൾ, എല്ലാ പ്രദേശവും ഉണ്ട്. അത് 10 ജില്ലകളിലായിട്ട് അത് പരന്നു കിടക്കുന്നു. പിന്നെ നഗരപ്രദേശങ്ങൾ ഗ്രാമം എല്ലാം ഉണ്ട്. ഇതെല്ലാം ശരിക്കും രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, ഇതിനകത്ത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ LDF വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 23 മണ്ഡലങ്ങളിൽ UDF മേൽക്കൈ. അതായത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയ 23 മണ്ഡലങ്ങളിലെ ആകെ മുൻതൂക്കം, ആധിപത്യം 2020 UDF UDF 13 സീറ്റുകൾ ലഭിച്ചു, LDF വെറും 5 സീറ്റുകൾ. 2020 LDF 5, വെറും 5, UDF 13, LDF 5, BJP 4. BJP ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. BJP പിന്തുണയുള്ള ഒരു സ്വതന്ത്രൻ ഒരു സീറ്റിലാണ് ജയിച്ചിരുന്നു. ഇത്തവണയാവട്ടെ, ഇന്നിപ്പോൾ LDF 5 എന്നത് 10ആയി, നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. UDF 13 എന്നത് 10ആയി ചുരുങ്ങി, 3 സീറ്റുകൾ ചുരുങ്ങി. BJPക്ക് തിരിച്ചടിയാണ്. 4 എന്നത് 3ആയി ചുരുങ്ങി. ആ സ്വതന്ത്രനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 5 എന്നത് 3ആയി ചുരുങ്ങി. ഇതിനകത്ത് UDF നിന്ന് 4 വാർഡുകൾ LDF പിടിച്ചെടുത്തു, 4 വാർഡുകൾ. BJP നിന്ന് 3 വാർഡുകൾ LDF പിടിച്ചെടുത്തു. ഈ 3 വാർഡുകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഉദാഹരണം തിരുവനന്തപുരത്തെ വെള്ളം, അത് BJPയുടെ, നമ്മൾ നോക്കേണ്ടത് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് തന്നെ അവർ ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചെല്ലാമുള്ള പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയുള്ള BJPയുടെ ഒരു സിറ്റിംഗ് വാർഡാണ് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ട്രെൻഡുകൾ പൊതുവെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതായത് തിരുവനന്തപുരത്ത് വെള്ളാറും പഞ്ചായത്തിലെ കുന്നനാട്, പിന്നെ ചടയമംഗലത്തെ കൂരിയോട്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ 2. അതുപോലെ UDF നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, ഈ ജില്ലകളിലെ ഓരോ വാർഡുകൾ LDF പിടിച്ചെടുത്തു. ഇതിനകത്ത് നമ്മൾ മൊത്തം വീക്ഷിച്ചു കഴിഞ്ഞാൽ UDF സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന 2 ഫലങ്ങളുണ്ട്. ഒന്ന്, മട്ടന്നൂരിൽ ഇപ്പോൾ ചില ചാനലുകളൊക്കെ അവിടെ BJP അക്കൗണ്ട് തുറന്നത് LDF തിരിച്ചടി എന്ന രീതി വ്യാഖ്യാനിക്കും. പക്ഷേ അതായത് UDF ഒരു സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തത്. UDF തന്നെ ആരുടെയാണ്? കോൺഗ്രസിന്റെ. UDF തന്നെ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ്. അതുപോലെ തൃശ്ശൂരിലെ മുല്ലനേഴി, അത് UDF സീറ്റാണ്. ആ UDF സീറ്റ് തൃശ്ശൂരുകാരന്റെ തിരുത്താണ്. മുല്ലശ്ശേരിയിൽ UDF സിറ്റിംഗ് സീറ്റ് LDF അവിടെ ജയിച്ചു, LDF പിടിച്ചെടുത്തു. പക്ഷേ BJP 2ാം സ്ഥാനത്ത്, അവിടെ BJP 2ാം സ്ഥാനത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഈ LDF പല ഘട്ടത്തിലും ഉയർത്തിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. BJPയുമായി കോൺഗ്രസ് UDF ഓരോരോ ധാരണയുണ്ടാക്കുന്നു, കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ രണ്ട് ഫലങ്ങൾ, മട്ടന്നൂരിലെയും മുല്ലശ്ശേരിയിലെയും ഫലങ്ങൾ, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് നെടുമ്പാശ്ശേരി എന്ന് പറയുന്നത്. ആ നെടുമ്പാശ്ശേരിയിലെ ഫലം LDF ആ സീറ്റ് പിടിച്ചെടുത്തതോടുകൂടി അവിടെ ഭരണം തന്നെ UDFന് നഷ്ടമാകുന്ന ഒരു അവസ്ഥ വന്നു. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDF MLA അതെ അൻവർ സാദത്തിന്റെ മണ്ഡലം കൂടിയാണ്. അൻവർ സാദത്തിന് നല്ല സ്വാധീനമുള്ള ഒരു അതായത് നഗരവൽകൃതമായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് LDF അട്ടിമറി വിജയം നെടുമ്പാശ്ശേരിയിൽ അത്തരത്തിൽ അട്ടിമറി വിജയം നേടാനായത്. അത് UDFന് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. ആ സമയത്തൊക്കെ ഈ നവകേരള സദസ്സെല്ലാം നടക്കുന്ന സമയത്ത് അങ്ങേയറ്റം സർക്കാരിനെതിരെ എന്തെല്ലാം വികലമായ പ്രചാരണം നടത്താമോ അതെല്ലാം നടന്ന വലിയൊരു ജില്ലയാണ് എറണാകുളം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു തർക്കവുമില്ലല്ലോ. അവിടെയാണ് ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണമടക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ LDFന് അട്ടിമറി വിജയം നേടാനായി. നവകേരള സദസ്സ് എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ എറണാകുളത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലയിലേക്ക് ഒരു സമരവും ഒക്കെ DCCയും കോൺഗ്രസും ഒക്കെ കൊണ്ടുവന്ന, അപ്പോൾ കാലുകുത്തി കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങളിതാ മുന്നോട്ട് തന്നെ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വലിയ കയ്യടി അന്ന് നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കേട്ടതാണ്. അപ്പോൾ അത്ര UDFന് നല്ല സ്വാധീനമുള്ള ജില്ല എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഈ കണക്കുകൾ ഏതാണ്ടായില്ലേ? അപ്പോൾ ഈ കണക്കിൽ നിന്നാണ് NBC നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ രാഷ്ട്രീയ പ്രാധാന്യം. അപ്പോൾ സാധാരണ പറയും തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ, വോട്ട് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റേതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റേതെന്ന് ഈ UDFന് ഈ തിരിച്ചടിയെക്കുറിച്ച് BJPയോടോ കോൺഗ്രസിനോടോ ചോദിച്ചാൽ പറയാനിടയുള്ളൊരു മറുപടി ഏതാണ്? എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽ അത് നമ്മൾ കെട്ടിവെക്കുന്നത് നമ്മുടെ ഒരു ബോധ്യമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും വ്യക്തിപരതയുമുണ്ട്, രാഷ്ട്രീയവുമുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഒരു രാഷ്ട്രീയ ചോദ്യവും അതിനുള്ള രാഷ്ട്രീയ ഉത്തരവും തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, കൂടിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അതുപോലും ഒരു രാഷ്ട്രീയ വിധിയായി കാണുന്നതാണ് രാഷ്ട്രീയമായ രീതി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഇനി ആ വാദം അംഗീകരിച്ചാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആ വാദം നിരർത്ഥകമാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാർ ക്ഷേമ പെൻഷനുകൾ മുടക്കുന്നു എന്ന അതടക്കം പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും ഒരു നറേറ്റീവ്, ഒരു വ്യാഖ്യാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും അതിനു മുമ്പ് തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ്, കാരണക്കാരാരാണ് എന്ന് 140 നിയോജക മണ്ഡലങ്ങളിലും പോയി ഈ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ല, മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ ഏത് തെരഞ്ഞെടുപ്പിലും സ്വാധീനിക്കപ്പെടാവുന്ന വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ 2 തരം വാദം ജനങ്ങളുടെ മുമ്പിൽ വെക്കും. മാത്രമല്ല, ഇന്നലെയാണല്ലോ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പ്, അതിൻ്റെ തലേ ദിവസം ജനങ്ങൾക്ക് മുമ്പിൽ വന്ന വാർത്തകളിൽ പോലും എന്തായിരുന്നു, എത്ര സംഭ്രമജനകമായ വാർത്തയാണ് ലീഡ് ന്യൂസായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ചെലവിന് പണം എവിടെ, പകച്ചു സർക്കാർ, ഒരു വാർത്തയാണ്. ഇത് കണ്ടിട്ടാണ് ഒരു ജനം പോയി വോട്ട് ചെയ്യേണ്ടത്. ചെലവിന് പണമില്ലാതെ സർക്കാർ അന്തിച്ചു നിൽക്കുന്നു, നിങ്ങളുടെ വോട്ട് സർക്കാരിൻ്റെ പക്ഷത്തിന് കൊടുക്കരുത് എന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ആ വാർത്തയിലുണ്ടായത്. അതുപോലെ സർവകലാശാലകൾക്ക് കിട്ടുമായിരുന്ന ശതകോടി ഗ്രാൻഡ് അത് കേരളത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റൊരു പത്രത്തിന്റെ ലീഡ്. കേരളത്തിന്റെ സർവകലാശാലകൾക്ക് കിട്ടേണ്ടിയിരുന്ന പണം തുടിന്യായവും സാങ്കേതിക ന്യായവും പറഞ്ഞ് കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് മറ്റൊരു രീതിയിൽ ശത്രുവിനെ മിത്രമാക്കിയിട്ട് അവതരിപ്പിച്ചത്. ഈ വാർത്തകൾ കണ്ടുകൊണ്ടാണ്. അതുപോലെ സപ്ലൈകോയിലെ വിലമാറ്റം ഉണ്ടായല്ലോ, കുറേ കാലങ്ങൾക്ക് ശേഷം വില മാറി. അതിനെതിരെ മന്ത്രിമന്ദിരത്തിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിൻ്റെ വാർത്തകൾ. സപ്ലൈകോയിൽ പടമെടുക്കുന്നത് പോലും വിലക്കിയിരിക്കുന്നു എന്ന മട്ടിൽ ഉള്ള ഒരു കപട ഫാസിസ്റ്റ് പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു വാർത്ത. മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് 5 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ചോദിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് പോയത്. അവരുടെ വിധിയിൽ ഈ ചോദ്യങ്ങൾക്ക്, ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരവും കൂടി അന്തർഭവിച്ചിട്ടുണ്ട്
എന്ന് നമ്മൾ വിലയിരുത്തി പോകണം. കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, സർക്കാരിനെതിരാണ് ജനങ്ങൾ എന്ന നിലയിൽ ഒരു വലിയ വ്യാഖ്യാനം, വലിയ പ്രചാരണം നടത്തുകയും അതിനൊപ്പം മാധ്യമങ്ങളുടെ ഒരു പിന്തുണ ഒരു ഭാഗത്ത് നിന്ന് കാര്യമായി ലഭിക്കുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ UDFിൻ്റെയും BJPയുടെയും സീറ്റുകൾ പിടിച്ചെടുത്ത് 2020-ലുണ്ടായിരുന്ന ഈ ആകെ സീറ്റിലുണ്ടായിരുന്ന നില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു LDF എന്നുള്ളത് നിശ്ചയമായും ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്. എന്താണ് കേരളത്തിൻ്റെ പൊതുബോധം, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് വിലയിരുത്താൻ കഴിയുന്ന ഘടകങ്ങൾ ഈ ജനവിധിയിൽ കാര്യമായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിനോടൊപ്പം തന്നെ ഒരു ബഹിഷ്കരണ രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്ത് സർക്കാരിൻ്റെതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ ബഹിഷ്കരിക്കുക. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ 140 മണ്ഡലങ്ങളിലും ഉന്നയിച്ച പ്രശ്നങ്ങൾ അങ്ങേയറ്റം ശരിയാണെന്ന് ഇവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടു. ഈ 140 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ കയറി എന്ത് നേടി എന്നുള്ളൊരു ചോദ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തെ വിട്ട് കേരള സർക്കാരിനെ പിടിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ശത്രു തലയിൽ കൊമ്പും വാലിൽ അസ്ത്രചിഹ്നവുമായി മുന്നിൽ നിൽക്കുമ്പോൾ അതല്ല ശത്രു, ഇതാ ഇവിടെയാണ് ശത്രു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം അത് ജനം എടുത്തിട്ടില്ല. പിന്നെ അഴിമതി ആരോപണ രാഷ്ട്രീയം, അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്ര, അതിൽ പ്രതിപക്ഷ നേതാവ് മുതൽ ഷോൺ ജോർജ് വരെ അണിനിരന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ഒരു ശബ്ദഘോഷം, അതിന് ജനം പുല്ല് വില പോലും കൽപ്പിച്ചില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം BJP ഇറക്കുന്ന വർഗീയ ഭ്രാന്ത്, അവിടെ ഒരു ക്ഷേത്രത്തിലെ മറ്റേ വിഗ്രഹം വെച്ചു എന്ന പേരിലുള്ള വർഗീയ ഭ്രാന്ത്, ഇതെല്ലാം തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രീയ വിധി തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഇത്തവണ രാജ്യത്തിന് ഓർക്കുന്നുണ്ടോ, ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം വരുന്നു. ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് മനുഷ്യർ വരുന്നു. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഈ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അണിനിരത്തുന്നത് അതിൽ വോട്ട് ചെയ്യാൻ അങ്ങനെ പറ്റുമോ? അപ്പോൾ അതേസമയം അപ്പുറത്ത് സമരാഗ്നിയിലൂടെ ഒരു പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ ഇതിലെത്രയോ സമരാഗ്നി എന്ന KPCC ജാഥ കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച ആ ജാഥയും ഈ വോട്ടർമാർ പലയിടത്തും കേട്ടിട്ടുണ്ടാവണം. നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, BJPയുടെ പ്രചാരണം കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ടവർ എത്തിച്ചേരുന്നൊരു സമീപനം എന്നത് വളരെ പ്രധാനമല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വളരെ വിശദമായൊരു പഠനം നടന്നിട്ടുണ്ട് പണ്ട്. അതായത് കേരളത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ആഘോഷമായി നടക്കുന്ന, ഒന്ന് കേരളത്തിലും മറ്റൊന്ന് പശ്ചിമ ബംഗാളിലുമാണെന്നാണ്. അത് വളരെ നേരത്തെയുള്ള പഠനമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കേരളത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 5 മുതൽ 10 തവണയാണ് വോട്ടർമാരെ തേടി രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നത്. അതേസമയം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ 20 മുതൽ 25 തവണ അത്ര വോട്ടർ തേടി എത്തുന്നു. ചെറിയൊരു അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് 20 തൊട്ട് 25% വരെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ഒരു പക്ഷേ പരിചയമായേക്കാം, സ്ഥാനാർത്ഥി തൊട്ട അയൽവാസിയായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞ പോലെ പെൻഷൻ, അതുപോലെ റേഷൻ, ഈ വീട്, എല്ലാം അഴിമതി എന്ന് തുടങ്ങി വർഗീയത എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മൾ ഈ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരി. 2011 ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായി, UDF അധികാരത്തിൽ വന്നു. 2020 LDFനായിരുന്നു മേൽക്കൈ. 2020 ആ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് തൊട്ടുമുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരിയതായിരുന്നു. അത് മൊത്തം മറഞ്ഞു. കേരള രാഷ്ട്രീയം പറഞ്ഞ ഇടത്തോട്ട് ചെരിയുകയാണെന്ന് വ്യക്തമായ സൂചന നൽകി. അത് തന്നെ സംഭവിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എപ്പോൾ വേണമെങ്കിൽ ഇത് പ്രഖ്യാപിക്കാം. ആ ഘട്ടത്തിൽ ഇതിൻ്റെ വിഷയം, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഒരു 23 വാർഡുകൾ മുൻ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടിയേറ്റു. അവിടെ വലിയൊരു മേൽക്കൈ നേടുന്നു പറയുമ്പോൾ അത് വ്യക്തമായൊരു ടെസ്റ്റ് ഡോസ് തന്നെയായിട്ട് 10 ജില്ലകളിലല്ലേ ഇത്രയും വ്യാപകമായിട്ട് നടന്നൊരു തെരഞ്ഞെടുപ്പല്ലേ. അതുകൊണ്ട് കേരളത്തിന്റെ മനോഗതം എന്താണ് എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെ കാണണം. അത് ആ മട്ടിൽ തന്നെ രാഷ്ട്രീയ ചേരികൾ ഉൾക്കൊള്ളുകയും വേണം. ഇന്ന് രാവിലെ വരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ട്രയൽ റൺ എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കണ്ടത്. ആ രീതിയിലാണ് വാർത്തകൾ വന്നത്. വലിയൊരു LDFന് എന്തോ വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം കഴിഞ്ഞ 2-3 ദിവസം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളുടെ വലിയ തലക്കെട്ടായൊക്കെ വരുന്നുണ്ട്. LDFന് എന്തോ കാര്യമായി ക്ഷതം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് മാധ്യമങ്ങൾ. പക്ഷെ ഇപ്പോൾ നോക്കൂ, ആ ഫലം നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം ഉയർത്തിവിടേണ്ടതുണ്ട്. കാരണം
ഈ അയോധ്യയിലെ രാമപ്രതിഷ്ഠയ്ക്ക് ശേഷം BJP ആ ഒരു സമീപനം എടുത്തുകൊണ്ടാണല്ലോ വോട്ടർമാരെ കാണുന്നത്. ഈ വെള്ളാർ നോക്കൂ, നിയമം പോലെ അവരുടെ എല്ലാ സംവിധാനങ്ങളും ഇറക്കിക്കൊണ്ടാണ് ഈ വെള്ളാർ വാർഡിൽ BJP ഇറങ്ങുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ എല്ലാ സംവിധാനങ്ങളും ഒരുപോലെ പ്രവർത്തിച്ച സംസ്ഥാന നേതാക്കളടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ വെള്ളാറിന്റെ ഗതി എന്തായി? ഒറ്റശേഖരമംഗലത്തെ ഗതി എന്തായി? കൊല്ലത്തെ ഗതി എന്തായി? വെള്ളാറിന്റെ കാര്യത്തിൽ ഒരേ സമയം അത് BJPക്കും കോൺഗ്രസിനും വളരെ ശക്തിയായിട്ടുള്ള തിരിച്ചടിയാണ്. BJP പറയുന്നത് പോലെ അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. പക്ഷേ അത് 20 വർഷം കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഈ വെള്ളാർ എന്ന് പറയുന്നത്. അത് അവിടുത്തെ അദ്ദേഹം ഇപ്പൊ BJPയുടെ കൗൺസിലറായിരുന്ന ആ മരിച്ചുപോയ വ്യക്തി, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കൂറുമാറി BJPയിലെത്തി. BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായി മത്സരിച്ച് ആയിരുന്നു അവിടുന്ന് ജയിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. 20 കൊല്ലം തന്നെ അവിടെ കോട്ടയായിരുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF അവിടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സന്ദേശം? അത് BJPക്ക് എന്നതുപോലെ കോൺഗ്രസിന് കൂടി എതിരാണ്. 7 തവണ അംഗമായിരുന്ന ഒരു മനുഷ്യൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു എല്ലാ വൈകാരികതയും അതിലംഘിച്ചുകൊണ്ടാണ് ജനങ്ങൾ LDFന് വോട്ട് ചെയ്തത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങിയ ഒരു സ്ഥലവും കൂടിയായിരുന്നു അത് എന്ന് നമ്മൾ ആലോചിക്കണം. ആർക്കൊക്കെ എതിരാണ് ജനങ്ങളുടെ ശബ്ദം, അതിൽ ആർക്കൊക്കെ എതിരെയുള്ള സന്ദേശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വായിക്കുക തന്നെ വേണം. നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു വിപുലമായ ഡയമെൻഷനിൽ ഇതിനെ കണ്ടാൽ ഈ മുന്നണികൾക്ക് ഏത് തരത്തിലുള്ള സന്ദേശം നൽകുന്നു, ഏത് സന്ദേശത്തിനപ്പുറം തിരിച്ചടി എങ്ങനെയെന്നുള്ളതാണ്. ഒപ്പം മാധ്യമങ്ങൾക്ക്, നേരത്തെ നീലിമ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് കേരളത്തെ വിലയിരുത്തുന്നതിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത്തിൻ്റെ ഒരു സൂചന. നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ച 2020 ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ മൈക്കുമായി ഇറങ്ങുമ്പോൾ അവർ ഈ സർക്കാരിനോട് കാണിക്കുന്ന ആഭിമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല മാധ്യമങ്ങൾക്കൊന്ന് അത്ഭുതമായിരുന്നു. ലൈവ് കട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ഇപ്പോഴും അതുതന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പരാജയം. ഇപ്പോൾ 8 മണി സൂര്യന്മാർ എത്ര കൂലിക്ക് ആളെ വെച്ച് എത്ര ചർച്ച ചെയ്താലും വസ്തുതകളെ യഥാർത്ഥത്തിൽ ജനങ്ങൾ കുറെ കൂടി വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര അള്ളു വെച്ചാലും ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വിലയിരുത്താൻ തയ്യാറാകും. അതായത് ഈ ജനവിധിക്ക് ചില ശബ്ദങ്ങൾ അത് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെതിരെയാണ്. കേരളത്തിൻ്റെ ഒരു സൈക്ക് എന്ന് പറയുന്നത് മുറിവേറ്റിരിക്കുകയാണ്. അടിമ രാജ്യത്തെ പോലെ കേരളത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണ സംവിധാനത്തിന് കീഴിൽ നമ്മൾ ചില ചുവന്ന സ്വപ്നങ്ങൾ കണ്ടതിന് നമ്മൾ ഒരു ബദൽ രാഷ്ട്രീയത്തിന് വോട്ട് കുത്തിയതിന് നമ്മളെ ശിക്ഷിക്കുന്നു എന്നൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതിനെതിരായിട്ട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം ഇതിലുണ്ട്. അതിൽ മാധ്യമങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ നിന്നാ പോരാ എന്ന് മാധ്യമങ്ങൾക്ക് കൂടി എതിരായ വിധിയെഴുത്ത് UDFിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇതിൽ വരുന്നത് എന്താണ് രാജേന്ദ്രൻ? UDF ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ ജാഥ നടത്തുകയാണ്. ഈ പ്രതിപക്ഷ നേതാവ് അതുപോലെ BJP ഒരു ജാഥ നടത്തുന്നു. എന്തായി ഇതിന്റെ അവസ്ഥ? എന്തായി ഇത് തോന്നുന്നത്? ഈ BJPയും കോൺഗ്രസിനെയും BJP നടത്തുന്ന യാത്ര അത്ര നിസ്സാരമായി കാണുന്നത് വലിയ ചർച്ചയാണ്. അതൊക്കെ ആയിരിക്കും ഇതിനകത്ത് പ്രതിഫലിച്ചത്. BJPക്ക് ഒരു സ്വതന്ത്രന്റെ ഒരു 5 എന്നത് 3 കുറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഈ ജാഥയുടെ കൂടി ഒരു പ്രതിഫലനമായേക്കാം. അപ്പോൾ ഇതിന്റെ വിഷയം എന്തെന്നാൽ BJPയെയും അതുപോലെ കോൺഗ്രസിനെയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ഈ മാധ്യമങ്ങൾ പോലും ഇത് തമസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് അവർ പരിശോധിക്കണം. ഒന്ന്, UDFിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ BJPയുമായി എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ചരിത്രം പലതവണ പഠിപ്പിച്ചതാണ്. എങ്കിൽ പോലും ഉദാഹരണത്തിന് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് സീറ്റ് ധാരണയല്ല പറയുന്നത്. സീറ്റ് ധാരണ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തും കാണാം. എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പും നമ്മൾ കാണാറുള്ളതാണ്. താഴെത്തട്ടിൽ BJP കോൺഗ്രസിനെയും കോൺഗ്രസ് BJPയും അങ്ങനെ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശം അറിയണമെങ്കിൽ ഇനിയും കുറേ കൂടി സമയമെടുക്കും. അല്ല, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ച് ഇരുവരും കൈകോർത്തതിൻ്റെ വാർത്ത ഇന്ന് വാർത്തകളിലും. പക്ഷെ അതിലും ഉപരിയായി അത് മാത്രമല്ല, ഈ BJP ഇന്ന് LDF പിടിച്ചെടുത്ത ഒറ്റശേഖരമംഗലം അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് ഇത്തവണ BJP ആയിട്ട് വന്നത്. എന്നിട്ടും തോറ്റു. എന്നിട്ടും ഈ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് 264-ൽ നിന്ന് 77
27 കുറഞ്ഞു. ബാക്കി വോട്ടുകൾ BJPക്ക് പോയി എന്നർത്ഥം. എന്നിട്ടും അവിടെ BJP തോറ്റു. സന്ദേശം വ്യക്തമാണ്. പക്ഷെ അതിലും അപ്പുറത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ അതിലും അപ്പുറത്ത് ഈ അടിസ്ഥാന വിഷയങ്ങളിൽ ഇപ്പോൾ ഈ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, റേഷൻ രംഗത്ത് നേരിടുന്ന ഈ വ്യത്യസ്ത പ്രതിസന്ധികൾ, ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ നേരിടുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, സർവകലാശാലകളെ തീർച്ചയായിട്ടും എന്നോട്ട് ഞാൻ പറയുന്നത് വളരെ നഗരവൽകൃതമായ പ്രദേശങ്ങൾ നേരിടുന്നുള്ള വിഷയങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ ഈ കേന്ദ്ര നയത്തിനെതിരെ അതിശക്തമായൊരു നിലപാട് കൈക്കൊള്ളാതെ കേരളത്തിൽ UDF നിലനിൽക്കാൻ പറ്റില്ല. ആ ഒരു സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് പോലെ നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഇത് സംസാരിക്കുമ്പോഴും നമ്മൾ പരാമർശിച്ച് പോകേണ്ടതായ ഒരു മുന്നണി ഇടതുമുന്നണി കൂടിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതായത് മുൻപിലത്തെ പ്രശ്നങ്ങളെ, ജനങ്ങൾക്ക് മുൻപിലുള്ള പ്രശ്നങ്ങളെ, സർക്കാരിന് മുൻപിലുള്ള പ്രശ്നങ്ങളെ ഇവരൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ നവകേരള സദസ്സ്, അതിലൂടെ ജനങ്ങളും സർക്കാരുമായി ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുണ്ടാക്കിയ ഒരു അടുപ്പം, അതൊരു ഗൗരവമായ നിലയിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പോസിറ്റീവായി ആ മുന്നണിക്കും സർക്കാരിനും ഈ സർക്കാരിനും നേട്ടമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപവും യാത്രാ വഴികളിലെ വിവാദത്തിനും അപ്പുറം മാധ്യമങ്ങളും അങ്ങനെയാണ് നിന്നത്. യാത്ര എന്തിനു വേണ്ടി എന്നത് ജനങ്ങളും സർക്കാരും തമ്മിൽ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും യാത്രാ വഴികളിലെ ഷൂവും കരിങ്കൊടിയും എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചു. അപ്പോൾ ഇടതുമുന്നണി പ്രശ്നങ്ങളെ മനസ്സിലാക്കി രാഷ്ട്രീയമായും ഭരണപരമായി ആ സർക്കാർ മുന്നോട്ട് പോയതിന് കിട്ടിയ വലിയൊരു ഈ പ്രത്യേകിച്ച് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കിട്ടിയ ഒരു വലിയ രാഷ്ട്രീയ അംഗീകാരം എന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും ചർച്ചയുടെ സമയം ഇവിടെ കഴിയുകയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഫലങ്ങളിലൂടെ വായിച്ചെടുക്കുകയാണെങ്കിൽ അത് ആർക്കൊക്കെ എതിരെയാണ് എന്നാണ് ഞങ്ങൾ അടയാളപ്പെടുത്താൻ ശ്രമിച്ചത്. ആരാണ് ഇതിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കേണ്ടത്, തിരുത്തേണ്ടത് എന്നാണ് ജനങ്ങൾ അവരുടെ എളിയ നിലയ്ക്ക് അവരുടെ ശക്തമായ സമ്മതിദാന അവകാശം കൊണ്ട് കേരളത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിടവാങ്ങുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ നമസ്കാരം.